അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കി പശ്ചിമേഷ്യയിൽ വീണ്ടും വ്യോമാക്രമണങ്ങൾ. കുവൈത്തിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി. ഇറാന്റെ തീരദേശ നഗരമായ ഗെരൂക്ക്, തന്ത്രപ്രധാനമായ ക്യൂഷും ദ്വീപ് എന്നിവിടങ്ങളിൽ അമേരിക്ക പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. സമാധാന ചർച്ചകൾ പക്ഷേ അതിവേഗം തുടരുമെന്നാണ് ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു വിരലുമായി. മധു, വെരി ഗുഡ് മോർണിംഗ്. നിലവിൽ വന്നിരിക്കുന്ന വാർത്തകൾ അത്ര സുഖമുള്ളതല്ല. പ്രത്യേകിച്ചും പശ്ചിമേഷ്യ സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതേസമയമാണ് ശക്തമായ ആക്രമണം ഇറാനും അമേരിക്കയും അഴിച്ചുവിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, മധു? ഗുഡ് മോർണിംഗ് പ്രജിൻ, അമൃത നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഈ വ്യോമാക്രമണ പരമ്പര തന്നെയായിരുന്നു ഇറാനും അമേരിക്കയും തമ്മിൽ. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഇറാൻ ഒരു അമേരിക്കൻ ഡ്രോൺ വെടിവെച്ചിട്ടിരുന്നു. അതിനെ തുടർന്ന് US സേന ഇറാന്റെ റേഡാർ അതുപോലെ ഡ്രോൺ കേന്ദ്രങ്ങളിലൊക്കെ വലിയ തോതിൽ ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായി കുവൈറ്റിലെ അമേരിക്കൻ സൈനികരെ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടു. എന്നാൽ അവ പ്രതിരോധിച്ചെന്നാണ് US സൈന്യം വ്യക്തമാക്കുന്നത്. US സെൻട്രൽ കോമിന്റെ ഒരു വിശദീകരണം ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്ര മേഖലയിലൂടെ പറക്കുകയായിരുന്നു ഈ ഇറാൻ വെടിവെച്ചിട്ട USന്റെ MQ-1 ഡ്രോൺ. പക്ഷെ അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇറാന് നേരെ നടത്തിയ ആക്രമണം എന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, കപ്പലുകൾക്ക് ഇറാൻ സൈന്യം ഭീഷണിയാണ്. അതുകൊണ്ടും കൂടിയാണ് ഈ ആക്രമണം നടത്തിയത്. ശനിയാഴ്ച ഞായറാഴ്ചയുമായി ഇറാന്റെ ഗഴൂക്ക് സമുദ്ര നഗരത്തിന് സമീപം, അതുപോലെ ക്യൂഷം ഐലൻഡിന് സമീപവും US വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതുപോലെ ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ, 2 അറ്റാക്ക് ഡ്രോണുകൾ ഇവയൊക്കെ തകർത്തതായിട്ടാണ് US സൈന്യം അവകാശപ്പെടുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇന്നലെയും ഒക്കെ ആയിട്ട് നടത്തിയ നീണ്ട ചർച്ചകൾക്കും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുമായിട്ട് ചില മധ്യസ്ഥർ മുഖേനയൊക്കെ ചില ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു. ഇതിനുശേഷം രണ്ടുപേരും ഈ പോരാട്ടത്തിന്റെ ഒരു തീവ്രത കുറയ്ക്കുവാൻ ഒരു ധാരണ എത്തിയതായി ട്രംപ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഇസ്രയേലും ഹിസ്ബുള്ളയും ഒരു വെടിനിർത്തലിന് സമ്മതിച്ചതായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുമാത്രമല്ല, ബെയ്റൂട്ടിലേക്ക് ഇസ്രായേലിന്റെ സൈന്യം പോകുന്നുണ്ടായിരുന്നു, അവരെ തിരികെ വിളിച്ചെന്നും ട്രംപ് പറയുന്നു. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളൊക്കെ ആക്രമിക്കുവാൻ നെതന്യാഹു നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ലെബനോണിലെ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഈ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്നാണ് ഇറാൻ പറയുന്നത്. ഇത് അവസാനിപ്പിച്ചാൽ മാത്രമേ അമേരിക്കയുമായിട്ട് ഇനി ചർച്ചകൾക്കുള്ളൂ എന്നൊരു കടുത്ത നിലപാട് കൂടി ഇറാൻ എടുത്തിരിക്കുകയാണ്. പ്രജിൻ, അമൃത. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.